വീണ്ടും നമ്മളൊരു എന്താ പറയുക ഇൻഫ്ലുവൻസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും ബിഗ് ബോസ് സീസൺ 7. ഫസ്റ്റ് ഞാൻ റീന ഫാത്തിമ ചേച്ചിനെ കുറിച്ച് പറയാം. റീന ഫാത്തിമയുടെ ഫാമിലി ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ശരിക്കും ചേച്ചി ഒരു ഹോണോഡ് ആവുന്നൊരു പീപ്പിളാണ്. ബഹുമാനം പറയേണ്ട ഒരു വ്യക്തി തന്നെയാണ്. റെസ്പെക്റ്റഡ് പീപ്പിൾ ബിക്കോസ് ഈ ചേച്ചി ചെറുപ്പം മുതൽ നമ്മൾ എല്ലാവർക്കും കേട്ട പോലെ തന്നെ ചെറുപ്പം മുതൽ ഉള്ളൊരു വാട്ടറൈറ്റീസാണ്. അതുകൊണ്ട് ഐ ലൈക്ക് റീന ഫാത്തിമ ചേച്ചി. അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് റീന ഫാത്തിമ ചേച്ചിയോടൊക്കെ ഭയങ്കരമായിട്ട് ലവിങ് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിയൻ ചേട്ടൻ റീന ഫാത്തിമ ചേച്ചിയോടെ എന്തൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്കൊരു ഇമോഷണൽ കൺവീൻസിങ് നമുക്കവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ചേച്ചി പാവമാണ്, സ്മൂത്തായിട്ട് പോകുന്ന ഒരാളാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആളുടെ വഴിക്ക് പോകണു അത്ര തന്നെ. പിന്നെ ആദില ചേച്ചി നൂറ ചേച്ചിനെ ഈ അടുത്തൊരു വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. കരയുക, എന്തിനാണ് കരയേണ്ട ആവശ്യം? പിന്നെ ഒരു എന്താ ബോൾഡാണ് ചേച്ചി, പക്ഷേ ഇടയ്ക്കൊന്ന് കരഞ്ഞു. അതല്ലേ ഇനിയും അങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ വേറെ പോരായ്മകളൊന്നും എനിക്കറിയില്ല. എല്ലാവരും നല്ല ഗെയിമറാണ്, ബട്ട് ഇതിൽ കുറച്ചൊന്നും കുറവാണ്, പോരായ്മകൾ കുറവാണ്. ഇല്ല, കാര്യം അയാളുടെ ഇതിൽ പോണു. അപ്പോൾ ഞാൻ ഫാത്തിമ ചേച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചു വിട്ടാണ് വീഡിയോ, കാരണം ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടിച്ചിടുന്നത്. അപ്പോൾ അടുത്തത് രേണുസുതി ചേച്ചി. ഞാൻ ഫസ്റ്റ് രേണുസുതി ഷാരിക ചേച്ചി ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഗുഡ് ബൈ. പക്ഷെ പിന്നീട് അവർ കമ്പനി ആയിട്ടോ. എനിക്ക് ഫസ്റ്റ് ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താൻ ചേച്ചി ഒരു ഇൻ്റർവ്യൂ ഇൻഫ്ലുവൻസർ ചേച്ചിയാണ്. മസ്താൻ ചേച്ചി രേണു ചേച്ചിയെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഈ എന്താ പറയുക മസ്താൻ ചേച്ചി രേണുസുതി ചേച്ചിയുടെ കൂടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ ബിഗ് ബോസിൽ എന്താ പെട്ടെന്ന് സുപ്രഭാതത്തിൽ എന്താ പറയുക അൺപോസിറ്റീവായി. എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് അൺപോസിറ്റീവ് ആവുക, പെട്ടെന്ന് പോസിറ്റീവ് ആവുക. ഇൻ്റർവ്യൂവിലൊക്കെ ഭയങ്കര സ്നേഹം, ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഫൈറ്റും കൺട്രോൾനെസ്സും ഒക്കെ. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ചു ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോൾ വിചാരിച്ചു മസ്താൻ ചേച്ചിക്ക് രേണു ചേച്ചിയുടെ റെസ്പെക്റ്റിംഗ് പവറൊക്കെയെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നേരെ തിരിച്ച എന്തൊക്കെയാണ് പറയുന്നത്. ഒരു മസ്താൻ ചേച്ചിക്ക് പാവമാണ്, ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഇതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ മസ്താൻ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്, പാവമാണ്, നല്ല ഹ്യൂമാണ്. ബട്ട് ഈ ഇടയ്ക്ക് രേണു ചേച്ചിയോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയൊരു പേഴ്സണാണ്. കാരണം സ്വന്തം ഹസ്ബൻഡ് മരിച്ചിട്ടും ഭയങ്കരമായിട്ട് ആ ചേച്ചിയാണ് എനിക്ക് കുഞ്ഞു പ്രായത്തിലെ ചേച്ചിയോട് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് തോന്നിയ ചേച്ചിയാണ് രേണു ചേച്ചി. പക്ഷെ ഒരുപാട് അൺകമൻസ് വന്നിട്ടും അതൊക്കെ നേടുന്നൊരു പീപ്പിളാണ്. ബട്ട് ഈ ഇടയ്ക്ക് കാരണം പിന്നെ ഭയങ്കരമായിട്ട് രേണു ചേച്ചിയോട് തോന്നി. എന്താ പറയുക, രേണു സൂചിച്ചേട്ടൻ മരിച്ചപ്പോൾ TV കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇതായിപ്പോയി. എല്ലാവരും പറയുന്നു ചേച്ചി ഓവർ സ്മാർട്ടാ. എന്ത് ഓവർ സ്മാർട്ട് എനിക്കൊന്നും അതിൽ മനസ്സിലാവുന്നില്ല. കാരണം ഇവരൊന്ന് ലോജിക്കായിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു ഹസ്ബൻഡ് പോയാൽ ഒരു വൈഫിന് എത്രത്തോളം വിഷമം ഉണ്ടാവും. ഞാൻ അത് അങ്ങനെ അനുഭവിച്ചിട്ടല്ല, പക്ഷെ നമുക്ക് ഊഹിക്കാം. ഒന്ന് കണ്ടിച്ച് വരെ നമ്മളിപ്പോൾ എല്ലാവരും മനുഷ്യരല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ മസ്താൻ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക സുധിച്ചേട്ടന് സൗകര്യം കൊടുത്തില്ല മരിച്ചിട്ട്, എന്തൊക്കെയാണ് എനിക്കറിയത്തില്ല. ബട്ട് ഒരു പറയാണ്ട് ഇങ്ങനെ ആയിട്ട് കറുവായിട്ട് പറയല്ലേ, അതൊരു പേഴ്സണാലിറ്റി, അതൊന്ന് ലോജിക്കലി ഒന്ന് ആയിട്ടാണോ അപ്പോൾ അത് ആലോചിച്ച് നോക്കാം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇന്നും ഈ വീഡിയോ ആയിട്ട് പലതരം വീഡിയോസ് നമ്മൾ ഇനിയും വരും. അപ്പോൾ പുതിയതായിട്ട് 5 പേരൊക്കെ വന്നില്ലേ, ഇനി അവരെക്കുറിച്ച് വീണ്ടും ഇൻഫ്ലുവൻസിൻ്റെ പേര് എൻ്റെ കൂടെ തന്നെ നിൽക്കണേ, എന്നെ കൈവിടല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എൻ്റെ കൂടെ നിന്നാൽ മാത്രം ഞാനിങ്ങനെ വരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വരത്തില്ല. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തോ. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇവർക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഇനി ഞാൻ ഇങ്ങനത്തെ കണ്ടന്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കും. ബൈ, സീ യു ബാക്ക്. See you back.